ഹലോ ഗൈസ്, ഇന്നിപ്പോ എനിക്ക് ഡ്യൂട്ടി ഉച്ചയ്ക്കാണ്. ഉച്ചവരെ കിടന്നിട്ട് ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. അതുകൊണ്ട് തന്നെ എന്റെ മുഖത്ത് നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് മാറ്റി ഉഷാറാവാൻ വേണ്ടി ഡ്യൂട്ടിക്ക് കയറി വാടാൻ ഞാൻ ചായയും പഴംപൊരിയും പറഞ്ഞു. ഇവളാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ലീവായിരുന്നു. ഇന്നാണ് ഇപ്പൊ റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് വരുന്നത്. ഇന്നേ രാത്രി ഒരു 10:30 ഞാനും അനുഷിയും കൂടെ ഒരു ചായ ഒരു മസാല പൊണ്ണി കഴിച്ച്. നാളെയാണ് ഗൈസ് ഞങ്ങളെ ക്ലിനിക്കിന്റെ ഓണ സെലിബ്രേഷൻ. അതിന്റെ പൊലിവിലാണ് എല്ലാവരും. ഇവിടെ നോക്കിയാലും നാളത്തെ പരിപാടിക്കുള്ള പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത്. ഇവിടെ ഈ സൈഡിൽ കാണുന്ന നാളെ ഗെയിംസിൽ വിൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ള സമ്മാനങ്ങളാണ്. ഞാനും പിന്നെ ഓരോ കൂട്ടത്തിൽ ഇരുന്ന് പണിയെടുക്കുന്നില്ലെങ്കിലും പണിയെടുക്കുന്നുണ്ടെന്ന് കാണിക്കണല്ലോ. ഞാൻ എന്റെ ചെയ്തിയിൽ ഒരു പൂ വെച്ചിട്ട് ക്യൂട്ട്നെസ് വരുന്നത് ഞാൻ ഇവക്കൊന്ന് കാണിച്ചു കൊടുത്ത്. പിന്നെ എന്താ ഉണ്ടാവുക അറിയില്ലേ, കോപ്പി പേസ്റ്റ് ചെയ്തു. ഈ ഒരു സ്നിക്കേഴ്സിന്റെ ഫുൾ പെട്ടി നാളെ ജയിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഈ കൂട് മിഠായി, പിന്നെ ഇതിനകത്തേക്കുള്ളത് ബോഡി വാഷ്, ലിപ്സ്റ്റിക്, പൗഡർ, എന്തൊക്കെയോ പറയുന്നുണ്ടായി. എല്ലാരും നല്ല ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ കുട്ടി ഏട്ടായിനെ വിളിച്ച് കുത്തിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് എനിക്കിനി പണിയെടുക്കാൻ വയ്യാന്നുള്ള മട്ടിലാണ് അഗ്ല നിൽക്കുന്നത്. ലിപ്സ്റ്റിക് ചുണ്ടിലില്ലാത്തോണ്ട് വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞ് മോന്ത പറിച്ചു വെക്കാണ് അൻഷിത. വണ്ടി കയറുന്നതിന് മുന്നുള്ള ഇങ്ങനെ ഒരു കൈയാണെങ്കിൽ എന്തിനാന്നറിയോ? കാരണം ആരാ വണ്ടി ഓടിക്കണത്? അൻഷിതയാണ്. ഞാൻ വണ്ടീന്റെ ഓണറിന് പെട്ടെന്ന് ടെൻഷൻ ആയിട്ടാന്ന് തോന്നുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു സൈഡിൽ നല്ലോണം നടക്കുന്ന സമയത്ത് ഇപ്പുറത്തെ ഇവിടെ സാരിയെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ക്ലിനിക്ക് ഫുൾ ആയിട്ട് പൂമാലയൊക്കെ ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിതെല്ലാം കണ്ടിട്ട് ഒരുമാതിരി ഫസ്റ്റ് നൈറ്റ് ലുക്ക് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ വെറൈറ്റി പിടിച്ചാണ്. ഇന്നപ്പുറത്ത് പോയിരുന്നിട്ട് കുറച്ചേരം കണ്ണടക്കിട്ട് മീനാവാൻ നോക്കി. പക്ഷെ രസില്ല പറയുമ്പോ ഞാൻ ഒരു കൊടുത്തു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഒട്ട് പോവ്. ഇന്നതെല്ലാം കഴിഞ്ഞ് പഠിച്ചവര് തുടച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.